ഹലോ. സുനിൽ ഇന്നലെ പറഞ്ഞ കാര്യം സീരിയസ് ആണോ? ആ സോറി പറഞ്ഞല്ലേ, അത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, കല്യാണത്തിന്റെ കാര്യം. ആ എനിക്ക് സുമിയെ ഭയങ്കര ഇഷ്ടമാണ്. സുമിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. സുമിയുടെ സമ്മതം കൂടി എനിക്ക് വേണമല്ലോ. സോ എന്റെ ലൈഫിൽ ഇത്രയും നാളെ എല്ലാ തീരുമാനങ്ങളും എടുത്ത എന്റെ വീട്ടുകാരാ. പക്ഷെ ഈ തീരുമാനം എന്റേതാ. എനിക്ക് സമ്മതമാ. ഹലോ ഹലോ. ആ ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു. ഞാൻ റെഡിയാണ്. ഓക്കെ. എന്താ പറഞ്ഞേ? പുള്ളി റെഡിയാന്ന് ശരിക്കും. ഡേറ്റും ടൈമൊക്കെ എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു. അമ്മോ, അത് അടിപൊളിയായി. തൽക്കാലം ഇത് ആരും അറിയണ്ട. അത് ശരിയാ. കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം. അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റിയൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. അവിടുത്തെ സബ് രജിസ്ട്രാറേ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. എന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. അല്ല സുമി, നമ്മള് അടുത്ത ആഴ്ചയല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണേ? അപ്പൊ ഒരു കാര്യം ചെയ്താലോ? അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് 2:30 ആവുമ്പോ നമ്മളെല്ലാവരും കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു, ഹണിമൂൺ ആഘോഷിക്കുന്നു. അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ്. നീ സുനിലോണ്ട് വിളിച്ചു പറഞ്ഞോ. കല്യാണം കഴിഞ്ഞ നേരെ ഹണിമൂൺ മൂന്നാർ 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 വെള്ളിയാഴ്ച. എന്താണ് ഒരു സന്തോഷമില്ലാത്ത? ഇത്ര പെട്ടെന്നാ പോടാ. പ്രായം പ്രശ്നമാവൂലേ? എടാ, ഒരു 3-4 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അതൊക്കെ ഒരു പ്രശ്നമാണോ? 10-15 വയസ്സൊന്നുമല്ലല്ലോ. എടാ, അവിടെ വെച്ച് കോട്ടയം വരെ പോണ്ടി വരും. പിന്നെ കല്യാണ ചെലവും തവള ഏറ്റെന്ന് പറഞ്ഞ്. പിന്നെ എന്ത് വേണം? അങ്ങനെ നമ്മുടെ കല്യാണം. ഫ്രൈഡേ ആണ് പരിപാടി. ഒരു കാർ വേണം. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. നിനക്കൊരു കിടുക്ക് കാർ ഞാൻ സെറ്റാക്കി തരും. നീ ധൈര്യമായിട്ട് വിട്ടോ. അപ്പ നമ്മുടെ ബാബക്ക് കല്യാണം, പത്തിരി ബീഫ് മടിക്കണം. ദരിദ്രവാസി. എവിടെ പോവാ? അമ്മ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ പിന്നെ പറയാം. വാവേ, അമ്മേ, എൻ്റെ ഉള്ളിലും ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു മനസ്സുണ്ട്. ഞാൻ വിളിക്കാം. എൻ്റെ 2ാം വരവിൽ നിങ്ങളെല്ലാവരും ഞെട്ടും. അമ്മ എന്നെ അനുഗ്രഹിക്കണം. എങ്ങോട്ടാടി ഒരുങ്ങി കെട്ടി? ഞാനൊരു ടൂറിന് പോവാ 2 ദിവസത്തേക്ക്. അയ്യോ, അപ്പൊ എന്റെ കാര്യം? ഞാൻ രാധ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്ന് കൂട്ടുകിടക്കാൻ. അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ കൃഷ്ണകുമാറിനോട് പറഞ്ഞാൽ മതി. ചീപ്പ് ഹൗസ്. എടാ വാവേ, നിനക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ അവിടെ ഒരു ഫോട്ടോഗ്രാഫറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊള്ളാം. ശുക്കൂറേ, നിനക്ക് എത്ര ഒരു സന്തോഷം ഇല്ലാത്തത്? സന്തോഷിക്കാൻ ഇപ്പൊ എന്റെ കല്യാണമല്ല, എന്റെ കല്യാണമല്ലല്ലോ. ആ വണ്ടി ഓടിക്കും. നീ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തില്ലേ? ആധാരം പിടിച്ച് ബാക്കിയെല്ലാം എടുത്തുണ്ട്. അങ്ങോട്ട് നീ അവളെ വിളിച്ചു നോക്കിയായിരുന്നു? ഓ, നമ്മളെ ഇറങ്ങാൻ നേരം ഞാൻ വിളിച്ചായിരുന്നു. എന്ത് സൈസാണ്ടാ?
തിരക്കില് കയ്യിൽ കെട്ടി എടുത്തിട്ട് പോന്ന്. നീ എവിടെയാടാ കൈയിട്ടത്? അച്ഛന്റെ അൽമാരില്. അപ്പൊ ഇത് എന്റെ അച്ഛന്റെ കല്യാണ ഷർട്ടാണ്. അടിപൊളി. അമ്മയുടെ പുടവയും കൂടെ എടുത്തുവിടായിരുന്ന. എന്റെ പൊന്നു അവൻ നീ അതൊക്കെ വീടാ എന്നിട്ട് അവളെന്ന് വിളിച്ചേ. ഒരു നല്ല ഷർട്ട് കട്ടൂടെ. എന്തോന്ന് ചേട്ടാ ഒരു കല്യാണ പാക്കറ്റ് പെട്ടെന്ന് തരണേ. സുമി എവിടെ എത്തി? ഐ ആം വെയിറ്റിംഗ്. ഓ എത്തിയോ? ഞാൻ 10 മിനിറ്റിലെത്തുവേ. ഓക്കെടാ. അവരവിടെ എത്തിന്ന്. ആണോ? ഇത് പിടിച്ചേ. ഇതിപ്പോ വന്നു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇതങ്ങ് തന്നേക്കാം. അയ്യോ കുടുങ്ങി. ഇപ്പോഴാ നീ ഒരു കല്യാണ പെണ്ണായത്. വന്നെന്ന് ഉറപ്പായ സ്ഥിതിക്കോ? അയ്യോ അതല്ല, ഇത് ഞാൻ തന്നിട്ട് അവരെങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വെച്ച് മതി മതി പറഞ്ഞ് ചളവാക്കണ്ട. പോവാ. എടാ കറക്റ്റ് സാധനം പറഞ്ഞോടാ. അരക്കര ഏത് കര കര കര. താനൊന്ന് വലിച്ചു പിടിച്ചേ. പൊടിമോനെ ഇരിക്കുന്നു നീ സമാധാനത്തിന്റെ. സുമി എനിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. എന്തിന്? അല്ല എൻ്റെ രവിയുടെയും കല്യാണത്തിന് വന്നതല്ലേ, പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരണേ, അതിന്റെ ഒരു ടെൻഷനാന്ന് തോന്നുന്നു. നീയല്ലേ പറഞ്ഞ ഇതൊക്കെ ത്രില്ലാന്ന്? ഞാൻ ഭയങ്കര ത്രില്ല, അവനെ കാണാനുള്ള ത്രില്ല്. കമോൺ റിവു, ചില്ലിയാ. സുമി എവിടെ എത്തി? ഹലോ കട്ടായല്ല. സുമി ചതിച്ചാ ഓടെ ഒന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കടൂ. പോസ്റ്റോ പിന്നെ സ്വിച്ച് ഓഫ്. ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. പോവാം. ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. നീ ഒന്നോട്ട് വിളിച്ചേ. അവളുടെ വീട്ടിൽ പിടിച്ചിട്ടുണ്ടാവും. നീ വിളിച്ചോക്ക് മര്യാദക്ക്. അവള് വരുമോ? അവള് വരുവാടാ. സുനിൽ പി താമരാക്ഷൻ, സുമി എസ്. ചേട്ടാ സുമി സുനിൽ ഒന്ന് വേഗം വാ. എടാ വാടാ. സ്വാമി വന്നോളൂ. എന്തിയ പെണ്ണെന്തി? ചേട്ടാ ചേട്ടാ ഇന്നിവിടെ തിരക്കാ. എന്റെ പൊടവനെ ഭയങ്കര തിരക്കാ. സംസാരിക്കണ്ട. നീയല്ലേ പറഞ്ഞ അവള് ഇപ്പൊ വരുന്നു. അവള് ഇന്നെങ്ങനെ വരുമോ? അവള് വരും. ആളാളെ പണി നോക്കി പോട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് തോന്നണേ ഇതെങ്ങാനും പൊറോട്ട ബീഫ് ആവൂ. ചുമ്മാ എടാ, അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഒന്ന് തപ്പ് നീ. സുമി 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 സുനിലേ, ഞാൻ ദാ ഇവിടെ ഉണ്ട്. വാ. ഗുഡ് മോർണിംഗ് സാർ. സാറേ ഇതാ ഞാൻ പറഞ്ഞ മീശേന്തി രേവു, ഞങ്ങൾ തമ്മിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. ആദ്യമായിട്ടാ നേരിട്ടില്ലേ? പിന്നെ രേവുവിന് അറിയാമല്ലോ, ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. രേവു ആയോണ്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. സാർ സാർ പ്ലീസ് സാർ ഒന്ന് വേഗം ചെയ്തുതരോ സാർ. എന്നാ ആയിക്കോട്ടെ. അയ്യോ, സർപ്രൈസ് ഇവിടെ ഫോട്ടോഗ്രാഫ്. പോരാ. അവിടെയാണ് കല്യാണം. വാ അണ്ണാ. ഇവിടെ, ഇവിടെ. എടുക്ക്. ബാഗ് എടുത്ത് കള. ഇത് കുറച്ച് കടന്നു പോയല്ലോ.
ചെക്കൻ 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. എല്ലാവരും നോക്കിയേ, സ്മൈല് കൂടെ.